ഹായ് ഫ്രണ്ട്സ്. ഇത്തവണ ഹായ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഹായ് പറയാനായിട്ട് വന്നതാണ് അങ്ങോട്ട്. അപ്പോൾ ഇന്ന് ഞാനിടുന്ന റെസിപ്പി ഗുലാബ് ജാമുനാണ്. അയ്യോ, ഗുലാബ് ജാമുനല്ല, ഒരു നാടൻ റെസിപ്പിയാണ്. ഒരു നാടൻ ഗുലാബ് ജാമുനാണ്. എനിക്ക് കണ്ടപ്പോൾ ഗുലാബ് ജാമുൻ പോലെയാണ് തോന്നിയത്. അത് കാരണമാണ് ഞാൻ എന്താ പറയാ അങ്ങനെ പറഞ്ഞത്, ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞത്. ഗുലാബ് ജാമുൻ അല്ല കേട്ടോ അത്. അപ്പോൾ അതൊരു കണ്ടു കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ പോലെ തോന്നും. കണ്ടു നോക്കൂ. നിങ്ങൾ എന്താ ഇതിന് പറയാൻ എനിക്കറിയില്ല. ഒരു പേര് എനിക്കിതിന് അറിയില്ല എന്താന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു സ്വീറ്റാണ്, ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെരി ഹെൽത്തിയാണ്. വീറ്റാണ്, വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം എങ്ങനെ ഉണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നാടൻ ഗുലാബ് ജാമുൻ. അപ്പോൾ ഇങ്ങനെ ബോളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നോക്കി നോക്കാം എങ്ങനെയാ ഇതിന്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കുന്നത് നല്ലതല്ലേ. ഞാൻ 2 കപ്പ് ഗോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട്, വീറ്റ് ഫ്ലോർ. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആഡ് ചെയ്യണ്ട, നമ്മൾ ചപ്പാത്തിക്ക് ആഡ് ചെയ്യുന്ന പോലെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. കാരണം നമ്മളൊരു സ്വീറ്റ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ടേസ്റ്റിന് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെള്ളമൊഴിച്ച്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടല്ലേ കുഴക്കുന്നത്, അതുപോലെയും കുഴയ്ക്കാം. പച്ചവെള്ളത്തിലും കുഴച്ചാലും കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ നേരം വേവിക്കാൻ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോ ഞാൻ ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് കുഴച്ചത്. ഒരുപാട് ചൂടൊന്നുമില്ല, വെള്ളം ചെറിയൊരു ചൂടേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ എന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിനി ഇത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ നേരം നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ 1.5 കപ്പ് ശർക്കരയിൽ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ലപോലെ നമുക്ക് വറ്റിച്ചെടുക്കണം. അത് വെച്ച് ഒരുപാട് കുറുകിയിട്ടല്ല, നല്ല വെള്ളം പോലെയല്ല, ഒരു സെമി ഗ്രേവി പോലെ ആക്കാം. നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പൊ ഗുലാബ് ജാമുന്റെ ആ ഷുഗർ സിറപ്പ് പോലെ ഒക്കെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ശർക്കര ഞാനിവിടെ പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് ശർക്കര എടുത്താൽ മധുരത്തിനനുസരിച്ച് നമുക്കതിന്റെ അളവ് മാറ്റാം. 1 കപ്പ് മതിയെങ്കിൽ 1 കപ്പ് ആക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ഈ 1.5 കപ്പിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം, വറ്റിച്ചെടുക്കണം. അപ്പൊ നമുക്കിത് വെയിറ്റ് ചെയ്യാം, ഇത് തിളയ്ക്കുന്നത് വരെ. ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏലക്കായ ഞാൻ കുത്തിയെടുക്കുകയാണ്. ഒരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് പൊടിക്കുന്നില്ല, ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ചതച്ചെടുത്തിട്ട് നമ്മുടെ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴേ നമ്മൾ ശർക്കരപ്പാനിയിൽ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഏലക്കായന്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം.
ശർക്കരപ്പാനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് കുറെ നേരം വെക്കണം, എന്നാലേ നമുക്കൊന്ന് കുറുകി കിട്ടുള്ളൂ. അപ്പൊ ഇത് വെക്കുന്ന നേരം നമുക്ക് വേഗം ആ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബോൾ എങ്ങനെയാ ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് പുളിങ്കുരുവിന്റെ ആ ഒരു സൈസിൽ ബോള് മതി. പക്ഷെ ഞാൻ ഉരുട്ടിയപ്പോൾ കുറച്ച് വലിയ ബോളായിട്ടാണ് ഉരുട്ടിയെടുത്തത്. അപ്പോൾ അത് ഉരുട്ടി വേവിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത്രയൊന്നും സൈസ് ഇതിന് വേണ്ട എന്നുള്ളത്. ഇത് ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ആ ശർക്കരപ്പാനിയിൽ കുറുകി വരുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഈ ഒരു ബോള് അതിന്റെ ശർക്കരപ്പാനീന്റെ അത് മൊത്തം കുടിച്ചെടുക്കും. അപ്പൊ അത് വീണ്ടും ചീർത്ത് വരും, അതായത് വീർത്ത് വരും. അപ്പൊ ഈ ബോളിന്റെ സൈസ് ആ സമയത്ത് ഒന്നും കൂടെ കൂടും. അപ്പൊ നമ്മൾ ഇപ്പോഴേ ബോളിന്റെ സൈസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തേക്ക് വലിയൊരു വലിപ്പം ബോളിന് വരില്ല. അപ്പൊ നമുക്കിത് ഇതിനേക്കാ സൈസ് കുറയ്ക്കണം. അപ്പൊ ഞാൻ പറയുന്ന പുളീന്റെ കുരു ഇല്ലേ, ആ കുരു എത്രയാണോ ഉള്ളത് വെച്ചാൽ അതിന്റെ ഒരു സൈസിൽ നമുക്ക് ബോള് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. അപ്പൊ നിങ്ങളിത് ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഞാൻ ചെറുതാണ് എടുക്കുന്നത് കാണുമ്പോൾ, പക്ഷെ ഇത് വെന്ത് വന്നപ്പോൾ ഒരുപാട് വലിയ സൈസായി പോയി. അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. പുളീന്റെ കുരുല്ലേ അതുപോലെ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ബോളുകൾ. കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ നമുക്ക് നമ്മുടെ ശർക്കര പാനിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി പാനി നോക്കാം. നേരത്തെ വെച്ച ശർക്കര പാനി ഇതാ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്, ഒരുപാടൊന്നും കുറുകിയിട്ടില്ല, കുറച്ചേ കുറുകിയിട്ടുള്ളൂ. അപ്പൊ ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ നാളികേരം, 1 കപ്പ് നാളികേരം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 1.5 കപ്പ് നാളികേരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച്, അതായത് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിതിലേക്ക് 1 കപ്പ് നാളികേരമാണ് ചേർത്തിയത്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തി കൊടുത്തത് 1 ഗ്ലാസ് പാല്. ഇപ്പൊ നാളികേരം ആഡ് ചെയ്തു. അപ്പൊ ഞാൻ ഈ ബോളുകൾ ഇടുകയാണ്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇനി ബോൾ ഉരുട്ടി വെക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിലേക്ക് ഇടുമ്പോൾ അത് ഒട്ടിപ്പിടിച്ച് പോകുന്നു. ഒരു ഒട്ടിപ്പിടിക്കലും ഇല്ല. ഉരുട്ടി വെച്ച ബോളൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അതെന്താന്ന് വെച്ചാൽ ഈ പാനി ഒന്ന് കുറുകി വരണം, ഈ ബോളൊന്ന് വെന്ത് വരണം. അപ്പൊ അതിനുള്ള സമയമാണത്. അപ്പൊ ചെറിയ ബോളുകളാവുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ആവും, പെട്ടെന്ന് കുക്കാവും. ഞാനിത് കുറച്ച് വലുതായത് കാരണം ഞാനിത് ഒരു 20 മിനിറ്റ് വരെ തിളപ്പിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം, നല്ലപോലെ വെട്ടി തിളച്ച് കുറുക്കി എടുക്കണം. വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. നമുക്ക് മധുരം കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ ആയോന്ന്. ഇപ്പം അത് ആയിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ വെള്ളം പോലെ ഇരിക്കുന്നത്. നല്ലപോലെ വെട്ടി തിളച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം.
ഇപ്പൊ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ശർക്കരപ്പാനിയൊക്കെ കുറുകി നാളികേരത്തിന്റെ ഒക്കെ ഒരു മണം, നല്ല ഏലക്കായന്റെ ഫ്ലേവർ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇതിപ്പോ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ബോളൊക്കെ ആ ശർക്കരപ്പാനി കുടിച്ചിട്ട് നന്നായി ഉരുണ്ട് വന്നിട്ടുണ്ട്. വീണ്ടും അതിന്റെ സൈസ് ഒന്നും കൂടെ കൂടി. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ കൺസിസ്റ്റൻസി ഇതിൽ നിർത്തുകയാണ്. ഇനി ഇതെന്താ വെച്ചാൽ തണുക്കുമ്പോ ഒന്നും കൂടെ കുറുകും. അപ്പൊ കണ്ടില്ലേ എന്റെ ഇതിങ്ങനെയാണുള്ളത്. ഇതിപ്പോ ഒന്നും കൂടെ കുറുകി, ആ ചൂടോടെ ആയിരുന്നപ്പോ കുറച്ചും കൂടെ വെള്ളം പോലെ ആയിരുന്നു. അപ്പൊ ഇത് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ട്. ആ ബോളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് കൂടുതലായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യൂ.